ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഇന്ന് ഞാൻ ഓണം സ്പെഷ്യൽ ആപ്പിൾ ക്യാരറ്റ് പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 ആപ്പിൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും റൈസൻസും വേണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1/2 കപ്പ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. ഞാൻ കണ്ടൻസ് മിൽക്കും 1/2 കപ്പ് എടുക്കുന്നുണ്ട്. അപ്പോൾ മുഴുവനായിട്ട് ഷുഗർ എടുക്കുന്നില്ല ഞാൻ. അങ്ങനെ എടുക്കുകയാണെങ്കിൽ 1 കപ്പ് എടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് ഗീ ചേർത്ത് കൊടുക്കണം, ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇവിടെ 1 ലിറ്റർ ഫുൾ ക്രീം മിൽക്കാണ് ഞാൻ എടുക്കുന്നത്. ആദ്യം നമുക്ക് കാഷ്യൂനട്ടും റൈസൻസും ഫ്രൈ ചെയ്തെടുക്കണം. പാനിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആദ്യം കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. കാഷ്യൂനട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് റൈസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് മൂത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അതേ പാനിൽ തന്നെ നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇവിടെ 1.5 കപ്പ് ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അതേ അളവിൽ തന്നെ 1.5 കപ്പ് ആപ്പിളും കൂടി എടുത്തിട്ടുണ്ട്. 2 ആപ്പിളും 2 ക്യാരറ്റുമാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതൊരു 5 മിനിറ്റ് നേരം നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആദ്യം ക്യാരറ്റ് ഇട്ടതിന് ശേഷം ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ആപ്പിൾ ഇട്ട് കൊടുത്താൽ മതി. അതിനുശേഷം രണ്ടും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആപ്പിളിലെയും ക്യാരറ്റിലെയും ഈർപ്പൊക്കെ നന്നായിട്ട് പോകണം. ആപ്പിളിൽ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ അതിൽ കുറച്ച് വെള്ളം ഉണ്ടായിരിക്കും. അതൊന്ന് പിഴിഞ്ഞതിന് ശേഷം വേണം ഇടാൻ. ഇല്ലെങ്കിൽ നമ്മൾ വഴറ്റിയെടുക്കുമ്പോൾ അത് ഓവർ കുക്കായി പോകും. ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ആപ്പിളും ക്യാരറ്റും ഒക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1 ലിറ്റർ ഫുൾ ക്രീം മിൽക്കാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം. പാലൊഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അപ്പോൾ പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ച ഷുഗർ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ഷുഗറും അതേ അളവിൽ തന്നെ 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്കുമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിനായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് നേരം നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും പിന്നെ നമ്മൾ വറുത്ത് വെച്ച കാഷ്യൂനട്ടും റൈസൻസും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ആപ്പിൾ ക്യാരറ്റ് പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് വെറൈറ്റി ആയിട്ടുള്ളൊരു പായസമാണ്. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. 10 മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നമുക്കിത് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറായിട്ടുണ്ട്. പായസമൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഓണത്തിന് സ്പെഷ്യലായിട്ടുള്ളൊരു പായസമാണിത്. എപ്പോഴും ട്രൈ ചെയ്യുന്ന പായസത്തിന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പായസമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.